നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ശോ, എനിക്ക് അവരോട് സംസാരിച്ച് മതിയായില്ല. എന്ത് നല്ല കുട്ടികളാ രണ്ടും. ബൈക്കിലേക്ക് കയറും മുന്നേ ഫൈസിയുടെ ആത്മകഥ. മീരയുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞ് അത് കേൾക്കെ. പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. പെൺകുട്ടികളായ അങ്ങനെ വേണം. എന്തൊരു എളിമയാ. മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഹെൽമെറ്റ് തലയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് അവരെ വർണ്ണിക്കുന്നത്. തുടരവേ ആ നടുപ്പുറം നോക്കി നല്ലൊരു ഇടി വെച്ച് കൊടുക്കാനാണ് മീരയ്ക്ക് തോന്നിയത്. വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ആ ആഗ്രഹം അവൾ അടക്കി നിർത്തിയതും. എങ്കിലും ഇയാളൊരു കാര്യം ചെയ്തേക്ക്. വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് രണ്ടിനെയും കൂടി അങ്ങ് കെട്ടിക്കോ. അപ്പൊ പിന്നെ ലൈഫ് ലോങ് വർത്താനം പറയാലോ. അത്ര നല്ല കുട്ടികളെ കൈവിട്ട് കളഞ്ഞതൊരു കുറ്റബോധം ഉണ്ടാവില്ല. മങ്ങിയ ആ വെളിച്ചത്തിൽ മീരയുടെ മുഖത്തുള്ള ഭാവം ശരിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ആ പറച്ചിൽ കേട്ടതും ഫൈസി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആഹാ, നല്ല ഐഡിയ ഉള്ളത്, കൊള്ളാം. അവനും സമ്മതിച്ചു കൊടുത്തോടെ ആ മുഖത്തിന്റെ കനമേറി. വീണ്ടും അവിടെ തന്നെ നിന്നിട്ട് അവൾ എന്തോ പിറുവിറുക്കുന്നുണ്ട്. ഇപ്പൊ എന്തേ, നിന്റെ ഉറക്കൊക്കെ പോയോ? വീട്ടിൽ പോണേ നിലവിളിച്ച് വന്നിട്ട് ഇനി എന്ത് നോക്കി നിൽക്കുക? കയറിങ്ങോട്ട്. ചിരി മാറ്റി പിടിച്ചിട്ട് ഫൈസി പെട്ടെന്ന് ഒച്ചയിട്ടതും മീര ഞെട്ടിപ്പോയി. ഇച്ച ശരിക്കും വരില്ലേ? വീണ്ടും മീര അവനെ നോക്കി ചോദിച്ചു. അവന് നിന്റെ ഇച്ചക്കറിയില്ല. നീ ഇവിടെ ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന കാര്യം. നിന്നെ വീട്ടിൽ കൊണ്ടുപോയി തട്ടിയിട്ട് വേണം അവൻ എന്തു പറ്റിയാന്ന് പോയി നോക്കാൻ. അതുകൊണ്ട് നിന്ന് താളം ചവിട്ടി കളിക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കുക. ഫൈസി കടുപ്പത്തിൽ അവളോട് പറഞ്ഞു. ഉറക്കം വന്ന് ബുദ്ധിമുട്ട് നിൽക്കുമല്ലേ നീ? തൽക്കാലം ഒറ്റ സൈഡിലിരിക്കാതെ ഞാനിരിക്കുന്ന പോലെ ഇരിക്കുക. അല്ലെങ്കിൽ ഉറങ്ങി വീണാലോ, എനിക്ക് പണിയാവും. ഒരു സൈഡിലേക്ക് ഏങ്ങി വലിഞ്ഞ് കയറാൻ നിന്നവൾ അവന്റെ വാക്കിയിട്ടത് അവിടെ തന്നെ നിന്നു. അവനെ പിടിക്കാതെ ബൈക്കിലേക്ക് കയറാനുള്ള അവിടെ പെടാപ്പാട് കണ്ടിട്ട് ഫൈസിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ അവൻ അതേ ഇരിപ്പ് തുടർന്നു. ഒടുവിൽ തോറ്റതുപോലെ അവന്റെ തോളിൽ കൈപ്പിടിച്ചിട്ടാണ് മീര കയറിയിരുന്നത്. ഇരുന്ന നിമിഷം തന്നെ അവൾ ആ കൈ വലിച്ചെടുത്തു. പോ, ഓക്കെ അല്ലേ? തലയിരിച്ചുകൊണ്ട് ഫൈസി ചോദിച്ചു. മീര പതിയെ മൂളി. പിടിച്ചിരിക്കണം, താഴെ വീഴരുത്. വണ്ടി മുന്നോട്ടെടുക്കാൻ ഓർമ്മിപ്പിച്ചു. സൈഡിലും ബൈക്കിന്റെ പിന്നിലും പിടിച്ചിരിക്കാൻ ഒരിടം തേടി അവളുടെ കൈകൾ പരതി. ഒടുവിൽ ആ കൈകൾ ഫൈസിയുടെ തോളിൽ അമർന്നു. ഹൃദയമൊന്നാകെ കുളിർന്ന പോലെ അവനൊന്ന് വിറച്ചു. ചുണ്ടിലെ ചിരിയോടെ അവനുള്ളിലെ സന്തോഷം പുറത്തേക്ക് ഒഴുകി. എന്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? പെട്ടെന്നാണ് ഫൈസി അത് മീരയോട് ചോദിച്ചത്. അത് പിന്നെ ആ ഈച്ചിന്റെ ഫോണിൽ നിന്ന് കിട്ടിയതാ. അവൾ ആ പറഞ്ഞെന്ന് അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. വിശക്കുന്നുണ്ടോ? മുഖം ചിരിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ കടുപ്പമോ മുറുക്കമോ ഇല്ലാതെ അങ്ങേയറ്റം മൃദുവായിരുന്നു ആ സ്വരം. ഇല്ല, പോരു വഴി കഴിച്ചു. മീരയുടെ പതിഞ്ഞ ശബ്ദം തൻ്റെ ഇടനെഞ്ചിൽ തുടിക്കുന്നത് അത്രയും അരികെ അവൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എൻജോയ് ചെയ്തോ? പിന്നെയൊന്നും ചോദിച്ചില്ല എങ്കിലും ഹൃദയം വല്ലാത്തൊരു നിർവൃതിയെ പേറുന്നുണ്ടായിരുന്നു. തുറന്നു പറയാത്തൊരു പ്രണയത്തിന്റെ ഭാരം കൊണ്ടവന് ശ്വാസം മുട്ടുന്നുണ്ട്. തൊട്ടരികിൽ അവളുണ്ടെന്ന ഓർമ്മ അവന്റെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുന്നുണ്ട്. ആളും ബഹളങ്ങളും ഒഴിഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് പ്രകാശം പരത്തി നിൽക്കുന്ന നഗരവഴികളിൽ കൂടി പതിയെയാണ് അവൻ ബൈക്ക് ഓടിക്കുന്നത്. വേഗത കൊണ്ട് തോൽപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ നല്ല നിമിഷങ്ങളെയും താലോലിച്ചുകൊണ്ട്. ഉറക്കം വരുന്നുണ്ടീ പറയണേ. ഒരിക്കൽ കൂടി പിന്നിലേക്ക് മുഖം ചരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കാറ്റിൽ പാറി കളിക്കുന്ന മുടിയഴകളെ ഒതുക്കിക്കൊണ്ടവൾ മൂളി. 20 മിനിറ്റ് നേരത്തെ പ്രണയാർദ്ര നിമിഷങ്ങൾക്കൊടുവിൽ മീരയുടെ വീടിന് മുമ്പിൽ ഫൈസി ബൈക്ക് നിർത്തി. ഇറങ്ങുന്നില്ലേ? വണ്ടി ഓഫ് ചെയ്ത് ഹെൽമെറ്റ് അഴിച്ചിട്ടും പിന്നിലിരിക്കുന്നവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും വീണ്ടും മുഖം ചരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇടത് സൈഡിൽ അവന്റെ തോളിൽ പിടിച്ച മീരയുടെ കൈകളിൽ ഫൈസിയുടെ കവിൾ ചേർന്നു. ഞെട്ടിക്കൊണ്ടവൾ കൈകൾ പിൻവലിച്ചു. അവന്റെ മുഖത്തുള്ള ചിരി അവൾ കാണാതിരിക്കാൻ ഫൈസി മുന്നോട്ട് നോക്കിയിരുന്നു. അവനെ പിടിക്കാതെ ഇറങ്ങുക എന്നതും റിസ്ക്കാണെന്ന് മനസ്സിലാക്കി വീണ്ടും ആ തോളിലേക്ക് മീരയുടെ കൈകൾ ചേർന്നു. താഴെ ഇറങ്ങി തലകുനിച്ച് നിൽക്കുന്നവളെ ഫൈസി കണ്ണിൽ നിറയ്ക്കും പോലെ നോക്കി. തോളിൽ കിടക്കുന്ന ബാഗിന്റെ തൂങ്ങിക്കിടക്കുന്ന വള്ളിയിൽ ഞെരടിക്കൊണ്ടവൾ അവന് മുന്നിൽ നിന്നു. മുന്നിലെ ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ട്. വണ്ടിയുടെ ശബ്ദം കേട്ടതും വാതിൽ തുറന്നുകൊണ്ട് ശാരി പുറത്തേക്ക് വന്നിരുന്നു. മീരേ, ആദ്യയോട് അവരുടെ ശബ്ദം. ക്രിസ്റ്റി അല്ലേ മോളെ അത്? ബൈക്കിൽ തന്നെ ഇരിക്കുന്ന ഫൈസിയ വിളിച്ചതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അല്ല ആൻറ്റി, ഞാൻ ഫൈസിയ. ക്രിസ്ത്യനോട് പറഞ്ഞിരുന്നു മീരെ പിക്ക് ചെയ്യാൻ. ഷാരിയോട് വിളിച്ചു പറയുന്നവനെ നോക്കി മീര. ചുമ്മാ. ആ നോട്ടം കണ്ടതും അവനൊന്ന് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. ആ, ഞാനോർത്ത് ക്രിസ്റ്റിയാണെന്ന്. കയറുന്നില്ലേ നീ? ഷാരി വീണ്ടും ചോദിച്ചു. ഇല്ല ആൻറ്റി, എനിക്കൊരിടം കൂടെ പോവാനുണ്ട്. അതും പറഞ്ഞോടെ ഹെൽമെറ്റ് തിരിച്ചു വെച്ചു. പോയിക്കോ. അകത്തേക്ക് പോവാതെ തന്നെ നോക്കി നിൽക്കുന്ന മീരയോട് ഫൈസി പറഞ്ഞു. ഈച്ചയ്ക്ക് എന്തെങ്കിലും?
അത് പറയാൻ പോലും ഭയന്നിട്ട് അവളുടെ സ്വരം വിറച്ചുപോയി. ഒന്നുമില്ല, അവന് ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലം കാണും. ഇത്തിരി മുന്നേ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫൈസി പറഞ്ഞു. ഞാൻ അവൻ്റെ അരിയിലേക്ക് പോകുന്നു. അവിടെ തിരി ഞാൻ നിന്നെ വിളിക്കാൻ പറയാം, പോരെ? വീണ്ടും അവിടെ നിൽക്കുന്നവളോട് ഫൈസി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ മുഖം തെളിഞ്ഞു. അവനെ നേരെ നോക്കി തലയാട്ടിക്കൊണ്ട് അവളും ചിരിച്ചു. പോയി കിടക്ക്, നിനക്ക് ഉറക്കം വരുന്നില്ലേ? കള്ളച്ചിരിയോട് അതും പറഞ്ഞിട്ട് അവൻ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. മീരയുടെ അരികിലിട്ട് തന്നെ അവനത് തിരിച്ചു. ബായ്. മുഖം ചരിച്ചുകൊണ്ട് അവൻ വീണ്ടും യാത്ര പറഞ്ഞു. ബെഡിൽ കിടക്കുന്ന ദിൽനയുടെ അപ്പോഴത്തെ അവസ്ഥ പോലും ഓർക്കാതെ അവളെ അടിക്കുന്ന വർക്കിയെ ക്രിസ്റ്റി തള്ളി മാറ്റി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവൾക്കൊട്ടും വയ്യ. ദേഷ്യത്തോടെ ക്രിസ്റ്റി അയാളെ നോക്കി. അവന് നേരെ തുറിച്ചു നോക്കിയിട്ട് വീണ്ടും വർക്കിയുടെ കണ്ണുകൾ കിടക്കയിൽ ചൂളിച്ചുരുങ്ങിയിരിക്കുന്ന ദിൽനയുടെ നേരെയായി. ഭ്രാന്തി എനിക്കല്ല, ദേ ഇവൾക്കാ കാമഭ്രാന്ത്. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കേട്ടാണ് ഡെയ്സി വാതിൽ തുറന്നുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നത്. കിടക്കയിൽ തലയൊടിഞ്ഞ പോലെ കുഞ്ഞിരിക്കുന്ന മകളെ നോക്കി മരവിച്ച പോലെ അവർ ആ ചുമലിൽ ചാരി. കരച്ചിലൊന്നുമില്ല, നിർജീവമായ കണ്ണുകളിൽ 1000 ചോദ്യങ്ങളുണ്ട്. ഒറ്റ നോട്ടിൽ തന്നെ ക്രിസ്റ്റിക്കെന്ന് മനസ്സിലായി. ദിൽനയുടെ മുടിയെല്ലാം അഴിഞ്ഞുപോയിരുന്നു. കണ്ണീര് കൊണ്ട് അവളുടെ മുഖം മുഴുവനും നനഞ്ഞു കുതിർന്നു. തേങ്ങലിനൊപ്പം വെട്ടിവിറക്കുന്ന ആ ശരീരം പനി അല്പമൊന്ന് അയഞ്ഞിട്ടുണ്ട്. മതിയായില്ലേ? തള്ളുക്കും മോൾക്കും ഇപ്പൊ തൃപ്തിയായില്ലേ? എന്നെ നാണം കെടുത്തിയപ്പോ അലറും പോലെ ചോദിച്ചുകൊണ്ട് അയാൾ വീണ്ടും അവൾക്ക് നേരെ തിരിച്ചെത്തിയതും ക്രിസ്റ്റി തടഞ്ഞു. ഇതൊരു ഹോസ്പിറ്റലാ, പതി അലറിപ്പൊളിക്ക്. കനമേറിയ അവന്റെ വാക്കുകൾ, ഗൗരവം നിറഞ്ഞ മുഖം. അവന് മുന്നിൽ താൻ തോറ്റുപോയെന്ന് തോന്നിയ വർക്കിയുടെ സമനില തെറ്റുന്നുണ്ടായിരുന്നു. ദിൽനയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്ന ആ മുഖം നിറയെ. തള്ളയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നേ. അവസാനം, ഏറ്റവും അവസാനം ആ അമ്മ കേൾക്കേണ്ടി വരുന്ന ആരോപണം കൂടി ഡെയ്സിക്ക് നേരെ ചീറിയെത്തി. ഒരക്ഷരം മിണ്ടാതെ കിടക്കിലിരിക്കുന്ന ദിൽനയുടെ നേരെയാണ് ആ കണ്ണുകൾ. അപ്പോഴും ദിൽനക്ക് പറ്റിയ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദി അതവളുടെ അപ്പനായ നിങ്ങൾക്കാ. ക്രിസ്റ്റിയുടെ വിരൽ വർക്കിക്ക് നേരെ നീണ്ടു. അയാൾ അവനെ തുറിച്ചു നോക്കി. അത് പറയാൻ നീ ആരടാ ചെറ്റേ? അവന്റെ നേരെ ചീറി വന്നെങ്കിലും ക്രിസ്റ്റിയുടെ നോട്ടത്തിനു മുമ്പിൽ പതിരിപ്പോയ വർക്കി സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നുപോയി. ഞാൻ ആരാണെന്ന് എനിക്കെന്താ കാര്യം എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ ഇവളുടെ പ്രശ്നം തീർക്കാൻ നോക്ക് നിങ്ങൾ ആദ്യം. പുച്ഛത്തോടെ ക്രിസ്റ്റി പറഞ്ഞതും വർക്കിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ക്രൂരത നിറഞ്ഞ അയാളുടെ കണ്ണുകൾ ദിൽനയുടെ നേരെ വീണ്ടും ചെന്നു. ഒരുപക്ഷെ ക്രിസ്റ്റി അവൾക്കൊരു മറയായിട്ട് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അയാൾ അവിടെ ഇട്ട് തന്നെ അവളെ തല്ലി കൊന്നേനെ. അത്രയും ദേഷ്യമുണ്ട് അയാൾക്ക്. അത് അവൾക്ക് തെറ്റുപറ്റിയെന്ന് മാത്രം ഓർത്തിട്ടല്ല, ക്രിസ്റ്റിക്ക് മുന്നിൽ താൻ തോറ്റുപോകുമോ എന്ന ഭയമാണ് ഏറെയും. ആ ഡോക്ടർ പോയെന്ന് കാണും. അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ. വർക്കിയെ നോക്കാതെ ക്രിസ്റ്റി ആവശ്യപ്പെട്ടു. അങ്ങോട്ട് ചെയ്യട്ടടാ, എന്തായാലും നിനക്കെന്താ? നിന്റെ ആരടാ ഇവള്? നിനക്കിപ്പോ സന്തോഷമല്ലേ? എന്റെ നാശാഗ്രഹിച്ചടക്കം നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായില്ലേ? ആഘോഷിക്ക്, നീ നന്നായിട്ട് ആഘോഷിക്കുക. ക്രിസ്റ്റിയെ നോക്കി അപ്പോഴേ അയാൾ പറഞ്ഞത് അതാണ്. അയാളെ നോക്കി അവർ നെടുവീർപ്പെട്ടു. എന്റെ പേര് വർക്കി ചെറിയാനെന്നല്ല, ക്രിസ്റ്റിയാണ് ഞാൻ. എന്റെ അപ്പം ഫിലിപ്പാ. മറ്റുള്ളവരുടെ വീഴ്ചകളിൽ കൂടുതൽ ചവിട്ടി താഴ്ത്തി രസിക്കാൻ പഠിച്ചിട്ടില്ല ഞാൻ എന്നും. കടുപ്പമേറിയ അവന്റെ വാക്കുകൾ. ഡെയ്സിയുടെ കണ്ണുകൾ അവന് നേരെ നീണ്ടു. പൊടുന്നനെ ആ കണ്ണുകൾ നിറഞ്ഞു. മകളെ ഓർത്തായിരുന്നില്ല അത്. അവസരം കിട്ടുമ്പോഴേക്ക് ആ മകൾ പുച്ഛത്തോടെ കണ്ടിരുന്ന ആ മകൻ അവൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന ഓർമ്മയിലാണത്. ഇനി കുറെ കണ്ണീരൊലിപ്പിച്ചിട്ട് എന്താടി കാര്യം? പെൺമക്കളെ പെറ്റുകൂട്ടിയാ പോരാ, അവരെ നല്ല രീതിയിൽ വളർത്താൻ അറിയണം. നിനക്കതിന് കഴിവില്ല. ഏതു നേരവും കുത്തിയിരുന്ന് കരഞ്ഞോളും. അതിന് കൊള്ളാൻ നിന്നെ. ശാപം. നിന്നെ കണ്ടുപഠിച്ചിട്ടാ നിന്റെ മകളിങ്ങനെ പിഴച്ചുപോയത്. കേട്ടിയോൻ ചത്തിട്ട് ഒരാണ്ട് തികയും മുന്നേ എന്റെ പെടലിൽ കയറി തൂങ്ങിയ നീയല്ലേ? നിന്റെ മകൾക്കും നിന്റെ... അതും പറഞ്ഞുകൊണ്ട് അയാൾ ഡെയ്സിക്ക് മുന്നിലേക്ക് കയറി നിന്നു. ഡെയ്സിയുടെ കണ്ണുകൾ ക്രിസ്റ്റിക്ക് നേരെയാണ്. അവന് മുന്നിൽ ഇത്രയും നീചമായിട്ട് അയാൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അസഹിഷ്ണു നിറഞ്ഞ അവന്റെ മുഖത്തേക്ക് ഡെയ്സി വിങ്ങലോടെ നോക്കി. ക്രിസ്റ്റിയെ തോൽപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന രീതി അത് ഡെയ്സിയുടെ നേരെ തിരികെയാണെന്ന് അയാൾക്ക് മുന്നേ മനസ്സിലാക്കിയതാണ്. അന്ന് മുതൽ, ആ നിമിഷം മുതൽ ദിൽന തന്റെ മാത്രം മകളായി എന്ന് ഡെയ്സി ഓർത്തു. അതുവരെയും അവൾക്ക് എന്ത് ചെയ്യാനും കൂടെ എന്ന പപ്പയുടെ മകൾ അന്നു മുതൽ മമ്മയുടേത് മാത്രമാണ്. ഇനി ആ തെറ്റിന്റെ പഴി മമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാനല്ല, നിങ്ങളാ അവൾ ഇന്നീ രീതിയിൽ കാണേണ്ടി വന്ന്. നിങ്ങൾ ഒരൊറ്റയാൾ കാരണ. കണ്ണിൽ കനലുണ്ടായെന്ന് ഡെയ്സി അത് പറയുമ്പോൾ വർക്കി കോപം കൊണ്ട് ജ്വലിക്കുന്ന പോലെയായി. ക്രിസ്റ്റിക്ക് മുന്നിൽ വെച്ചാണ് ആ വെളിപ്പെടുത്തലെന്നും അയാളെ തീർത്തും തളർത്തി കളഞ്ഞു. എല്ലാത്തിനും കൊട പിടിച്ചിട്ട് ഇനി നിന്ന് ചരക്കുന്നോടി നാശമേ. കൈ ഉയർത്തിക്കൊണ്ട് അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ ക്രിസ്റ്റിയുടെ കരുത്തുള്ള കൈകൾക്കുള്ളിൽ അയാളുടെ ഉയർത്തിയ കൈ ഞെരിഞ്ഞമർന്നു. ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ദിൽന ചെയ്തു പോയ തെറ്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾ അറിയിക്കുന്ന അത് ഏറ്റെടുത്തേ പറ്റൂ. മുറുകിയ അവന്റെ മുഖം, വാക്കുകൾ
വർക്കിയുടെ രോഷം പതിയെ കെട്ടടങ്ങി. ഇതുവരെയും ഇതുപോലൊരു മുഖം അവനിൽ കണ്ടിട്ടില്ല അയാൾ. ഡെയ്സിയുടെ കണ്ണുകളും ക്രിസ്റ്റിയിലാണ്. ഇത് നിങ്ങളുടെ കുടുംബമായിരിക്കാം, സമ്മതിച്ചു. എനിക്കിവിടെ യാതൊരു റോളും ഇല്ല, അതും സമ്മതിച്ചു ഞാൻ. പക്ഷേ ആ കിടക്കുന്നതിനൊരു ജീവനുണ്ട്, അതിന്റെ മനസ്സും വേദനിക്കുന്നുണ്ട്, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്. ദില്ലിയുടെ നേരെ ക്രിസ്റ്റിയുടെ വിരൽ നീണ്ടു. ശബ്ദമുയർന്നു. അവിടെ തേങ്ങൾ കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. ആ നിശബ്ദതയിൽ മുഖം കുനിഞ്ഞു തന്നെയാണ് ഇരിക്കുന്ന അപ്പോഴും. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും ചെയ്യണ്ട. തമ്മി തല്ലി തീർക്കാനുള്ള സമയമില്ല. പോലീസ് കേസായ പേരും പെരുമയും പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ പുല്ലെന്ന് കരുതാം. പറയാൻ വേറൊരു വിഷയം കിട്ടുമെങ്കിൽ ആൾക്കാർ മറക്കും. പക്ഷേ അതുപോലെയല്ല അവളെ ലോകം കാണാൻ പോകുന്ന. അവളിലത് നൽകുന്ന ഷോക്ക് ചെറുതാവില്ല. ദില്ലിനെ നോക്കിയിട്ടാണ് ക്രിസ്റ്റി പറയുന്നത്. ആദ്യം നിങ്ങൾ ഡോക്ടറെ പോയെന്ന് കണ്ടിട്ട് പോലീസിൽ അറിയിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് സ്വന്തം മകളോടൊന്ന് ചോദിക്കും. നിങ്ങളാണ് അത് ചോദിക്കാൻ ഏറ്റവും ഉത്തമൻ. അവളെ ആ തെറ്റിലേക്ക് നയിച്ച ഒരാളുണ്ടാവുമല്ലോ, അവനെ കണ്ടുപിടിക്കണം. ശിക്ഷ കൊടുക്കേണ്ടത് അവനു കൂടിയാ. ഇനിയെങ്കിലും അവളുടെ അച്ഛനായിട്ട് അതെങ്കിലും ചെയ്യ്. പരുഷമായി അതും പറഞ്ഞിട്ട് ആ വാതിൽ തുറന്നുകൊണ്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാത്രി അപ്പോഴേക്കും ഒരുപാട് വളർന്നു പോയിരുന്നു. കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം തിരിഞ്ഞു നോക്കാത്ത കലിപ്പോടെ പാത്തു എഴുന്നേറ്റിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ യാതൊരു ഭയവുമില്ല. ഷാഹിദ് ഒരുക്കിയ സംരക്ഷണ കവചം പൊട്ടിക്കാനുള്ള ധൈര്യമൊന്നും അറക്കിലുള്ള ആർക്കുമില്ലെന്ന് അവൾക്ക് മനസ്സിലായതാണ്. ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം. ആരുമില്ല ചട്ടങ്ങളുടെ ചെങ്ങലക്കണ്ണികൾ പഠിപ്പിച്ചു ഭയപ്പെടുത്താൻ. ആരുമില്ല ശകാരങ്ങൾ കൊണ്ട് മനസ്സ് മടുപ്പിക്കാൻ. എന്നിട്ടും എന്തേ പൊതിഞ്ഞു നിൽക്കുന്ന ശൂന്യതയ്ക്ക് ഇത്ര കട്ടി? അതാണ് അവൾ അസ്വസ്ഥതപ്പെടുത്തുന്നത്. കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് ഒരുവൻ ഉറക്കം പോലും കവർന്നിരിക്കുന്നു. അവനെ ഓർക്കുമ്പോൾ പൊതിയുന്ന കുളിര്, ചിലപ്പോൾ ശ്വാസം കിട്ടാതെയുള്ള പിടച്ചിൽ. ഇതെല്ലാം ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തവളുടെ മനസ്സിൽ ആകുലത ഏറെയായിരുന്നു. ഒരിക്കൽ കൂടി അവനെ ഒന്ന് കണ്ടാൽ ശാന്തമായി കൊള്ളാമെന്നൊരു വാശിയുണ്ട് ഹൃദയത്തിന്. ഒരിക്കൽ കൂടി അവനെ ഒന്ന് കാണിച്ചു തന്നാൽ പിടച്ചിലൊതുക്കിക്കൊള്ളാമെന്ന കൊഞ്ചലുണ്ട് ആ കണ്ണുകളിൽ. നീളൻ ഇടനാഴിയിലെ മരപ്പടിയിൽ പിടിച്ച് പുറത്തിരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് അവനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം അത്രമേൽ ശക്തമാവുകയായിരുന്നു. ആളൊഴിഞ്ഞ വരാന്തയിലെ കസേരയിൽ ക്രിസ്റ്റി തളർന്നിരുന്നു. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും കൺമുമ്പിൽ തകർന്നിരിക്കുന്ന ദിൽനയുടെ രൂപം അവനെ നോവിച്ചുകൊണ്ടേയിരുന്നു. അതിനേക്കാൾ ദേഹത്തിഴയുന്ന പുഴുവിനെ പോലെ അവൻ അസ്വസ്ഥതപ്പെടുത്തിയത് വർക്കിയുടെ വാക്കുകളാണ്. തനിക്ക് മുന്നിൽ ആദ്യമായിട്ടാണ് അയാളിങ്ങനെ പരസ്യമായി. തനിക്കറിയാത്ത എന്തോ ഒന്ന് അവരുടെ ഉള്ളിൽ തിളക്കുന്നുണ്ട്. താൻ കരുതിയതുപോലെ അത്ര സ്നേഹത്തോടെയല്ല അവരുടെ ജീവിതം എന്നവന് ആദ്യമായി തോന്നി. ദേഷ്യം പിടിക്കുമ്പോൾ വർക്കി പലതും വിളിച്ചു പറയുന്ന കേൾക്കാറുണ്ട്. മറിയാമ്മച്ചി പറയുന്ന പോലെ അത് അവരുടെ ജീവിതം, അതിലേക്ക് കയറി ഇടപെടാൻ തോന്നാറില്ല. പക്ഷേ ഇന്ന് പറഞ്ഞ നീചമായ വാക്കുകൾ ഒരാളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ എല്ലാ അതിരുകളും ഭേദിച്ചിരിക്കുന്നു. ദേഷ്യത്തിനും വെറുപ്പിനും അപ്പുറം എന്തോ ഒന്ന് അയാളുടെ വാക്കുകളിൽ മുഴച്ച് നിന്നിരുന്നു. ആ വാക്കുകൾ തനിക്ക് മുന്നിൽ വെച്ചായതുകൊണ്ടുള്ള ദയനീയത മാത്രമാണ് ഡെയ്സിയുടെ മുഖത്തുണ്ടായിരുന്നതെന്ന് ക്രിസ്റ്റി ഓർത്തു. അങ്ങനെ നോക്കുമ്പോൾ അതിനു മുന്നേയും അവർ ആ വാക്കുകൾ അയാളിൽ നിന്ന് കേട്ടിരിക്കാമെന്നല്ലേ അർത്ഥം. അവരുടെ ജീവിതത്തിൽ താനൊരു കല്ലേടിയാവരുതെന്ന് കരുതിയിട്ടാണ് എല്ലാത്തിൽ നിന്നും താനായിട്ട് തന്നെ അകന്നു നിന്നതും. വർക്കിയെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് മുന്നിലെ തടസ്സമാവരുതെന്ന ചിന്ത, അത് തെറ്റായിരുന്നുവോ? അകറ്റി നിർത്തിയിട്ടും ആ ജീവിതത്തിന് പാകപ്പിഴകൾ ഏറെയുണ്ടെന്ന് തന്നെയല്ലേ ഇന്നയാൾ പറഞ്ഞു തള്ളിയ വാക്കുകൾ വെളിപ്പെടുത്തിയത്. ചിന്തകൾ അവനെ നീരാടി പോലെ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.